ദേവി ഇവിടെ വന്നിട്ട് 1.5 വർഷത്തിനിടയ്ക്ക് ഒത്തിരി ജോലികൾ, അതായത് ജോലി ഇല്ലാതെ ഇരുന്നിട്ടില്ല. പാർട്ട് ടൈം ആണെങ്കിലും ഒരു ജോലിയിൽ ഇത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ജോലിയില്ല, UK കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 100 കുറവുകൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ UK ഒരു പോസിറ്റീവ് കാണാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ UK ഒരു പോസിറ്റീവ് വീഡിയോ ആയിട്ട്. ഹായ്, എൻ്റെ പേര് ശ്രീദേവി എന്നാണ്. ഞാൻ ബോംബെയിൽ നിന്നാണ് വരുന്നത്. ഹസ്ബൻഡിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഞാനിവിടെ UK ലാൻഡ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിൽ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് വന്നതാണ്. നമ്മൾ വിചാരിച്ചു നമ്മൾ UK ഈ വീഡിയോസിൽ കാണുന്ന പോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇൻഡീഡ് ലിങ്ക്ഡിനിലൊക്കെ അപ്ലൈ ചെയ്യുന്നു, ജോലിക്ക് കയറുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സിറ്റുവേഷൻ വളരെ ഓപ്പോസിറ്റ് ആയിരുന്നു എനിക്ക് സംഭവിച്ചത്. ഞാൻ വന്നത് ഇയർ എൻഡിങ് ടൈം ആയിരുന്നു. ആ ടൈം എന്ന് പറയുന്നത് ഞാൻ കരുതി ഡിസംബർ വിന്റർ വണ്ടർലാൻഡ് ആ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ജോലി ഒരുപാട് കിട്ടും. പക്ഷെ എന്താണെന്ന് അറിയില്ല, ആ ടൈമിൽ ഹസ്ബൻഡ് പാർട്ട് ടൈമും കൂടിയായിരുന്നു. സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് ജസ്റ്റ് 20 hours പെർ വീക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിയിലായിരുന്നു ഫുള്ള് ഡിപ്പെൻഡ് ആയി നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം എങ്ങനെങ്കിലും ജോലി മേടിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സ്ഥിതി ആയപ്പം നമുക്ക് ഏക ഒരു വഴി UK ജോലി കിട്ടാൻ ഏജൻസീസ് ആയിരുന്നു. അതായത് നമുക്ക് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഏജൻസീസ് നമുക്ക് DBS അപ്ലൈ ചെയ്ത് തരുന്നു, നമുക്ക് ജോലിക്ക് കയറ്റുന്നു, എല്ലാം അവർ തന്നെ നമുക്ക് അതിനുള്ള റിക്വയർമെന്റ്സ് ഉണ്ടാക്കി തരുന്നു. അങ്ങനെയാണ് എനിക്ക് ബ്ലൂ ആരോ ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസി എനിക്ക് കിട്ടുന്നതും ലിവർപൂളിൽ തന്നെ അവരെനിക്ക് ഷിഫ്റ്റ് ഇട്ട് തരുന്നു ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലൊക്കെ ഞാൻ കയറുന്നതും. അപ്പം ഇപ്പം ഒത്തിരി സ്റ്റുഡൻസ് പറയാറുണ്ട് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ വളരെ കുറവാണ്. ദേവിക്ക് ഇപ്പൊ എന്താണ് മനസ്സിലായത്? ശരിക്കും ഇവിടെ ജോബ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജോബ് ഉണ്ട്. നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഉറപ്പായിട്ടും കിട്ടും. എനിക്കെന്ന് പറയുന്നത് നാട്ടിലെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഞാൻ MBA കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ CV എങ്ങനെ ഉണ്ടാക്കുന്നതെന്നോ ഒന്നും അറിയില്ല. കംപ്ലീറ്റ്ലി എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു എനിക്ക് ഇതിനു വേണ്ടി ഫുള്ള് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും എല്ലാം പുള്ളി എനിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പം CV-യിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും എനിക്ക് അറിയാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ CV വെച്ചിരിക്കുന്ന റിക്വയർമെന്റ്സ് ആണ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് നാട്ടിൽ, ഇവിടെ എന്താണ് നമ്മൾ ജോലിക്ക് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം എനിക്കിതിനെപ്പറ്റി യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ബ്ലൂ ആരോയിൽ കയറിയ ശേഷമാണ് നമുക്ക് ഒരുവിധം ഒരു ചെറിയ ഐഡിയ കിട്ടിയത്. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൽ ജോലിക്ക് കയറി. അത് അതിൻ്റെ പ്രത്യേകം സൈറ്റ് ഉണ്ട്, LFC കരിയേഴ്സ് എന്നും പറഞ്ഞ്. അവിടെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ജോലികളുണ്ട്. അതായത് ഹോസ്പിറ്റാലിറ്റി ഹോസ്റ്റ്, കിച്ചൺ പോർട്ടേഴ്സ്, കാറ്ററിംഗ് അസിസ്റ്റന്റ്, ഒരുപാട്. അതായത് നമ്മൾ ഗസ്റ്റിനെ സ്വീകരിക്കുന്നിടം തൊട്ട് നമുക്ക് ബാക്ക് ലെവൽ ജോലി എല്ലാം അവൈലബിൾ ആണ്. പിന്നെ UK സംബന്ധിച്ചോളം ഏത് ജോലി ചെയ്താലും എല്ലാത്തിന്റെയും ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. നെക്സ്റ്റ് ജോബ് ഏതിലോട്ടാണ് പോയത്? അവിടുന്ന് നെക്സ്റ്റ് ജോബ് എന്ന് പറയുന്നത്, എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പോൾ എനിക്ക് ടീച്ചിങ്ങിൽ എങ്ങനെയാണ് ഇവിടെ കയറുന്നത് ഒന്നും നമുക്കറിയില്ല. എസ്പെഷ്യലി ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ടീച്ചിങ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ടീച്ചർ ആവാൻ വളരെ എളുപ്പമാണ്. കാരണം അവർക്ക് STEM കോഴ്സസ് ആണ് അവർ പഠിക്കുന്നത്. പക്ഷെ ഞാൻ എടുത്തത് ഹ്യൂമാനിറ്റീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ടീച്ചർ ആവാം ഒന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ടീച്ചിങ് അസിസ്റ്റന്റ് നമുക്ക് ആവാം. അത് എക്സാക്ട്ലി ടീച്ചർ അല്ല, പക്ഷെ എങ്കിലും ടീച്ചറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ജോലി തന്നെയാണ്. നമ്മൾ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ട്രേഡ് വിൻഡ്, സപ്ലൈ ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ഏജൻസീസ് ലിവർപൂൾ എല്ലായിടവും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ടീച്ചിങ് അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ബേസിക് റിക്വയർമെന്റ് നമുക്ക് PCC വേണം. ശരിക്കും അന്ന് കയ്യിൽ PCC ഉണ്ടായിരുന്നു? നാട്ടിൽ നിന്ന് എടുത്തിട്ടായിരുന്നു വന്നത്? അല്ല, എനിക്കറിയില്ലായിരുന്നു. മിക്കവരും നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് PCC ഒന്നും എടുക്കാതെ പോരും. അതേ അബദ്ധം തന്നെ ഞാനും റിപ്പീറ്റ് ചെയ്തു. എനിക്കറിയില്ലായിരുന്നു PCC എടുക്കണം എന്നും. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എംബസി ത്രൂ, മാഞ്ചസ്റ്ററിന്റെ എംബസി ത്രൂ ഞാൻ PCC VFS ഗ്ലോബൽ പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതുവഴി ഞാൻ ഗൂഗിളിൽ അപ്ലൈ ചെയ്തു. നമ്മൾ ഈ PCC
അപ്ലിക്കേഷൻ, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേ തുടങ്ങി നമുക്ക് എത്ര നാളും കൊണ്ട് അതിന്റെ ഫുള്ള് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ PCC കിട്ടി? ഏകദേശം 1.5 മന്തിനുള്ളിൽ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അതിന് നമുക്ക് മൊത്തത്തിൽ ചെലവായത് എത്ര രൂപയാണ്? എനിക്ക് ഏകദേശം ഒരു 45 പൗണ്ടാണ്. ചെലവായി. ഓക്കെ, നമ്മൾ PCC എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യണമായിരിക്കും വിത്ത് സ്ക്രീൻ റെക്കോർഡിംഗ്. ഓക്കെ, ആ ജോബ് എങ്ങനെയായിരുന്നു? ആ ടീച്ചിങ് ജോബ് നന്നായിരുന്നു. ഞാൻ ഈ ഏജൻസി വഴി ആയതുകൊണ്ട് തന്നെ അവര് ഫുൾ സപ്പോർട്ടായിരുന്നു. എങ്ങനെയാണ് നമുക്കൊരു ബിഗിനേഴ്സിന് തരേണ്ടത്, നമുക്ക് അവരൊരു കോഴ്സ് ചെയ്യിക്കും ചെറുതായിട്ട്. ടീച്ചിങ് അസിസ്റ്റന്റ് ലെവൽ 1 ലെവൽ 2 കോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് അവർ തന്നെ നമുക്ക് ഫുള്ള് ഏജൻസി വഴി ആയതുകൊണ്ട് തന്നെ അവർ നമുക്കത് ഫുൾ സ്പോൺസർ ചെയ്ത് നമുക്ക് ചെയ്യിച്ച് നമ്മളെ ജോലിക്ക് കയറ്റും എല്ലാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് ജോബിനാണ് പോയത്? അതിനുശേഷം ഞാൻ പിന്നെ ചെയ്തതെന്ന് പറയുന്നത് കസ്റ്റമർ അസിസ്റ്റന്റ് ജോബ്. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെയിട്രോസ്, ദാൽദി. അപ്പൊ എനിക്ക് കിട്ടിയത് വെയിട്രോസ് ആൻഡ് സൂപ്പർ മാർക്കറ്റിലായിരുന്നു. ഏജൻസി ത്രൂ ആണ്. ഡയറക്റ്റ് കിട്ടാനും എളുപ്പമാണ്. ഞാൻ ഏജൻസി ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. അതെല്ലാം ഏത് പോർട്ടലിൽ നിന്നാണ് ജോലി കിട്ടിയത്? ഗൈഡ് ആൻഡ് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും ഇപ്പൊ UK വന്നിട്ട് 5 ജോലിയോളം ചെയ്തു അല്ലെ? ശരിക്കും ഇവിടെ ജോലി ചെയ്യുമ്പോ എന്താണ് ഒരു ഫീല് തോന്നാറുള്ളത്? അങ്ങനെയല്ല, ഇപ്പൊ UK പറ്റി പല രീതിയിലുള്ള നെഗറ്റീവ്സ് വരാറുണ്ട്. നമുക്ക് എന്താ പറയണ, UK നമുക്ക് ജോലി കിട്ടാൻ പാടാണ്. അതേസമയം ഇപ്പോൾ ശ്രീ വന്ന സമയം മുതൽ ചെറുതാണെങ്കിലും എല്ലാ ടൈമിലും ജോലി കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ജോലി ചെയ്യണം എന്നുള്ള മനസ്സുള്ളതുകൊണ്ടാണ് ഒരു ജോലി കിട്ടുന്നത്. അല്ലാതെ നമ്മൾ വീട്ടിൽ കയറി ഇരുന്നിട്ട് UK ജോലി ഇല്ല എന്ന് പറയണതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം ഉറപ്പായിട്ടും. അല്ലാതെ നമ്മൾ വെറുതെ വാകൊണ്ടിരുന്ന് എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞിട്ട് ജോലി നമ്മുടെ അടുത്തേക്ക് വരില്ല. നമ്മൾ അതിനു വേണ്ടിയുള്ള CV പ്രിപ്പയർ ചെയ്യണം. നമ്മൾ അതിനു വേണ്ടിയുള്ള ഏജൻസീസ് അന്വേഷിക്കണം. എങ്ങനെയാണ് ആ ജോലിക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രിപ്പയർ ആവേണ്ടത്, അതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ ജോലി കിട്ടും. ഇപ്പം ഈ 1.5 വർഷം കൊണ്ട് UK ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? UK പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ മനസ്സുള്ളവർക്കും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്കും UK ഉറപ്പായിട്ട് സ്വർഗം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ UK ഇഷ്ടം പോലെ ജോലികളുണ്ട്. ബാക്ക് ലെവൽ തൊട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഓഫീസ് നമുക്ക് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ആൾക്കാരെയാണ് അതിനായിട്ട് മെയിൻലി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അതില് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഉറപ്പായിട്ടും ജോലി ചെയ്യാൻ മനസ്സുണ്ടോ UK ഉറപ്പായിട്ടും സ്വർഗമാണ്. അതേസമയം UK നെഗറ്റീവ് പറയാൻ പറഞ്ഞാലോ? UK നെഗറ്റീവ് പറയാന്ന് പറഞ്ഞാൽ ടാക്സ് പലപ്പോഴും കൂടുതലാണോ എന്ന് തോന്നാറുണ്ട് ഫുൾ ടൈം ചെയ്യുന്നവർക്ക്. എനിക്ക് അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വന്ന ടൈം തൊട്ടേ പാർട്ട് ടൈം ആണ്. ഇനി എന്താണ് ഇപ്പൊ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി ഇവിടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ടീച്ചിങ് ആണ് പാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ടീച്ചിങ് പാഷൻ ആഗ്രഹമുള്ളവരെ പോലെ തന്നെ നമുക്കത് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് QTS എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ഇവിടെ, ക്വാളിഫൈഡ് ടീച്ചിങ് സ്റ്റേറ്റസ്. അതല്ലെങ്കിൽ PGCE. അതെടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ശരിക്കും അത് എടുക്കാനായിട്ട് നമുക്ക് വേണ്ട ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിന്റെ ഫീസ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? അത് എത്ര ടൈം, അത് 3 months ആണോ 6 months ആണോ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള്? നമ്മള് ടീച്ചർ ട്രെയിനി ആയിട്ട് സ്കൂളിൽ കയറുവാണെങ്കിൽ ചില സ്കൂളുകാർ തന്നെ നമുക്കത് ഫ്രീ ആയിട്ട് QTS എടുപ്പിച്ചു തരും. അതല്ലാന്നുണ്ടെങ്കിൽ 1500 pound to 3000 pound വരെ അതിന് ചെലവ് വരും. ഇപ്പം ആ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ്? 3 months ആണോ 6 months ആണോ, എങ്ങനെയാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ? അത് നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. 8 months ആണ് അതിന്റെ ഒരു കോഴ്സ് ഡ്യൂറേഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. കാര്യം നമ്മൾ ഒത്തിരി പേർക്കുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ദേവി ഇവിടെ വന്നിട്ട് 1.5 വർഷത്തിനിടയ്ക്ക് ഒത്തിരി ജോലികൾ, അതായത് ജോലി ഇല്ലാതെ ഇരുന്നിട്ടില്ല. പാർട്ട് ടൈം ആണെങ്കിലും ഒരു ജോലിയിൽ നിന്ന് ഇത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ജോലിയില്ല UK കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 100 കുറവുകൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ UK ഒരു പോസിറ്റീവ് കാണാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ UK ഒരു പോസിറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ രേഖപ്പെടുത്തണം. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.